ഇന്നത്തെ ടോപ്പിക് സിറ്റിങ്ങും ബാക്ക് പെയിൻ തമ്മിൽ ബന്ധം എന്താണെന്നാണ്. നമ്മളെ ബോഡി ശരീരം ഒരു മെഷീനാണ്. ഈ മെഷീന് പ്രൈമറി ഫങ്ഷൻ എന്താ? നടക്കാനും നിൽക്കാനും, ഇരിക്കാനല്ല. ഇരിക്കുന്നത് നല്ലതല്ല. ഒരു പുതിയ ചൊല്ലുണ്ട്, സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ്. നമ്മൾ സ്മോക്കിംഗ് ചെയ്യുന്ന പോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, സെയിം വേ സിറ്റിംഗ് അങ്ങനെ തന്നെ. പ്രഷർ, ഷുഗർ ഒക്കെ വരും ഈ കുറേ നേരം ഇരിക്കുന്ന ആൾക്കാർക്ക്. കാരണം എന്താ? ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ പ്രശ്നങ്ങൾ വരും. നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ തുടയുടെ ഫ്രണ്ടിലും ബാക്കിലും കുറേ മസിൽസ് ഉണ്ട്. ഈ മസിൽസിൻ്റെ ആക്ഷൻ തന്നെ ടൈറ്റായി നിൽക്കാനാണ്. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ എന്താ പറ്റുക? ഈ മസിൽസ് മുട്ട് മടങ്ങുമ്പോൾ തുടയുടെ ബാക്ക് സൈഡിലുള്ള മസിൽ ലൂസാവും. കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ നീളം കുറയാൻ തുടങ്ങും. ഇപ്പോൾ ഇത് മുട്ടാണെന്ന് വിചാരിച്ചോ, ഈ തുടയുടെ ബാക്ക് സൈഡിലെ മസിൽ ഇങ്ങനെയല്ല നിൽക്കേണ്ടത്, അത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. സോ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ മുട്ട് മടക്കിയിട്ടല്ല ഇരിക്കുക, ഈ മസിൽ ടൈറ്റാവും. അങ്ങനെ ടൈറ്റായ മസിൽ നമ്മൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ ലോഡിങ് വരും. ബിക്കോസ് ഈ മസിൽസ് നമ്മുടെ മുട്ടിന് താഴെയും ഇടുപ്പിൻ്റെ മുകളിലാണ് അതിൻ്റെ ഫുൾ ലെങ്ത്. സോ മുട്ടിൻ്റെ പൊസിഷൻ തെറ്റാണെങ്കിൽ ഇടുപ്പിൻ്റെ പൊസിഷൻ തെറ്റും. നമ്മളുടെ മുട്ട് മടക്കാനല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. മീനിങ് നടക്കുമ്പോൾ ഒരു 20 ഡിഗ്രിയാണ് മടക്കുക, നമ്മൾ നടക്കുമ്പോൾ 90 ഡിഗ്രി അല്ല. സോ ഇരിക്കുമ്പോൾ മസിൽസ് ടൈറ്റാവും. കുറേ നാൾ മസിൽ ടൈറ്റായാൽ അത് ജോയിൻറ്റിൽ ബാധിക്കും. ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാൻ തുടങ്ങും. ജോയിൻറ്റിന് അലൈൻമെൻറ്റ് പ്രശ്നം വരുമ്പോഴാണ് ഈ പെയിൻ വരുന്നത്, ബാക്ക് പെയിനൊക്കെ വരുന്നത്. ഇരിക്കുന്നൊരു രീതിയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ബേസിക്കലി നമ്മളെ തുടയുടെ എല്ലാം ഫ്ലാറ്റ് ആവണം, നമ്മളെ ഇടുപ്പും മുട്ടും സെയിം ലെവലിലാവണം. പേഴ്സണലി ഞാൻ അധികം ഇരിക്കാറില്ല. ഞാനിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ നിന്നിട്ടാണ് ചെയ്യുക. ഒ പിയിൽ തന്നെ പേഷ്യൻസ് കാണുമ്പോൾ മാത്രമേ ഞാൻ ഇരിക്കുക, ബാക്കി സമയത്ത് ഞാൻ നിന്നിട്ട കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ചില ജോലികൾ, എസ്പെഷ്യലി അക്കൗണ്ടൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമർമാർ, നിങ്ങൾ കണ്ടിന്യൂസ് ഇരിപ്പാം, അത് നല്ലതല്ല. എവറി 20 മിനിറ്റ്സ് അല്ലെങ്കിൽ അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നടക്കുക. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് വേണം. പിന്നെ നമ്മൾ കോർ മസിൽസ് ഇല്ലേ, ബാക്കും അബ്ഡോമൻ, ആ മസിൽ സ്ട്രെങ്തനിങ് ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് ഈ പെയിൻ ഒന്ന് കുറയ്ക്കാം. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസസ്. താങ്ക് യു.